ദ ഇമ്മോർട്ടൽസ്. എ സി മിലാൻ ഹിസ്റ്ററിയിലെ സുവർണകാലം അടയാളപ്പെടുത്തപ്പെട്ടത് സാക്കി എറയിലാണ്. ഒരു ഷൂ വിൽപ്പനക്കാരൻ എ സി മിലാന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെടുത്തുന്നു. മാർക്കോ വാൻ ബാസ്റ്റൺ, റൂഡ് ഗുളിറ്റ്, ഫ്രാങ്ക് റൈക്കാർഡ്, ദ ഡച്ച് ട്രയോ. സാക്കിയുടെ ടീം അക്കാലത്ത് നടത്തിയ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ ഈ മൂവർ സംഘത്തിന്റെ കൈകളിലായിരുന്നു. ലെഫ്റ്റ് ബാക്ക് റോളിൽ ദ ഗ്രേറ്റ് പൗളോ മാൽഡിനി, പിന്നെ ഫ്രാങ്കോ ബറേസിയും അലസാൻഡ്രോ കോസ്റ്റക്കാട്ടയും മൗറോ ടാസോട്ടിയും അണിനിരക്കുന്ന ബാക്ക് ലൈൻ. മിഡിൽ ഏഞ്ചലോ കൊളംബോ, കാർലോ ആഞ്ചലോട്ടി, റൈക്കാർഡ് ആൻഡ് ഡൊണാഡോണി. മുന്നേറ്റ നിരയിൽ മാർക്കോ വാൻ ബാസ്റ്റണും റൂഡ് ഗുളിറ്റും. ദ ഫേമസ് 4-4-2. കറ്റനാസിയോയുടെ നേരെ എതിർദിശയിൽ സഞ്ചരിച്ച സാക്കിയുടെ സിസ്റ്റം ഇറ്റാലിയൻ ഫുട്ബോളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു റവല്യൂഷൻ ആയിരുന്നു. ഫൈനൽ തേർഡിൽ പന്തുള്ളപ്പോൾ ബസ് പാർക്കിങ്ങിന് മുതിരാത്തിയ ഒരു സംഘം പന്ത് നഷ്ടപ്പെടുമ്പോഴൊക്കെ അത് വീണ്ടെടുക്കാൻ ഏറെ അഗ്രസീവായി പ്രസ് ചെയ്യുന്നു. എഫക്റ്റീവായി മൈതാനത്ത് നടപ്പിലാക്കിയ ഹൈ ഡിഫൻസീവ് ലൈൻ, ഓഫ് സൈഡ് ട്രാപ്പിൽ എതിരാളികളെ നിരന്തരം വീഴ്ത്തിയ ടാക്ടിക്സ്, പിന്നെ എതിർഗോൾ മുഖത്ത് ഇടമുറിയാതെ അപകടം വിതച്ചുകൊണ്ടിരുന്ന മുന്നേറ്റങ്ങൾ. ഒരു ഓർഗനൈസ്ഡ് യൂണിറ്റായി എ സി മിലാൻ വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. ബേർലുസ്കോണിക്ക് തൻ്റെ തീരുമാനം പിഴച്ചിട്ടില്ലെന്ന് ബോധ്യമാകാൻ അധികകാലമൊന്നും എടുത്തില്ല. പാർമയുടെ പരിശീലകനായിരിക്കെ 2 തവണ കോപ്പ ഇറ്റാലിയയിൽ എ സി മിലാനെ വീഴ്ത്തിയ സാക്കിയെ ബേർലുസ്കോണി പൊടുന്നനെയാണ് റാഞ്ചിയത്. തുടക്കത്തിൽ ആരാധകരിൽ ഇത് അമ്പരപ്പുളവാക്കിയിരുന്നു. നാളിതുവരെ ഒരു ടോപ്പ് ടയർ ക്ലബിനെ പോലും പരിശീലിപ്പിക്കാത്ത, ഒരൊറ്റ പ്രൊഫഷണൽ ടീമിനായി പോലും പന്ത് തട്ടിയിട്ടില്ലാത്ത സാക്കിയെ 2 ജയങ്ങളുടെ പേരിൽ നിയമിക്കുന്നത് അവർക്ക് വിചിത്രമായി തോന്നി. മിസ്റ്റർ നോബഡി എന്നാണ് അയാളെ അക്കാലത്ത് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. കളിക്കാരും അത് ശരിവെച്ചു. ഹൈ പ്രൊഫൈൽഡായ എ സി മിലാൻ താരങ്ങളോട് തങ്ങൾ അതുവരെ കളിച്ചിരുന്ന സിസ്റ്റം പൊളിക്കണമെന്ന് പറയുന്നത് ആരാണ്? പാമയിൽ നിന്ന് വന്ന സാക്കി. കളിക്കാരുടെ ഈഗോ അതിനാദ്യം അനുവദിച്ചിരുന്നില്ലെന്ന് അക്കാലത്ത് എ സി മിലാൻ സ്ക്വാഡിലുണ്ടായിരുന്ന ഗ്രാസിയാനോ മന്നാരി ഒരിക്കൽ മനസ്സ് തുറക്കുന്നുണ്ട്. തങ്ങളെക്കാൾ പ്രതിഭ കുറഞ്ഞ കളിക്കാരുടെ വീഡിയോകൾ കാണിച്ചു കൊടുത്താണ് സാക്കി കളിക്കാരെ തൻ്റെ ടാക്ടിക്സ് പഠിപ്പിച്ചത്. അവർ വെറുതെ അയാളുടെ മുഖത്ത് നോക്കി നിന്നു. പക്ഷേ മൈതാനത്ത് റിസൾട്ടുകൾ ഉണ്ടായി തുടങ്ങിയതോടെ പതിയെ ആ സംഘം അയാളുടെ സിസ്റ്റത്തോട് അഡാപ്റ്റായി തുടങ്ങി. എ സി മിലാന്റെ പരിശീലക വേഷത്തിൽ ഒരൊറ്റ സീരിയ കിരീടം മാത്രമേ സാക്കിയുടെ പേരിലുള്ളൂ. അതേസമയം യൂറോപ്പിൽ അയാൾ എ സി മിലാനെ സകലരും ഭയക്കുന്നൊരു സ്ക്വാഡാക്കി വളർത്തി. 1989-ലും 90-ലും തുടർച്ചയായി എ സി മിലാനെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ സിംഹാസനമേറ്റി സാക്കി. അതും അക്കാലത്തെ ജയന്റ് ക്ലബ്ബുകൾ പലതിനെയും വീഴ്ത്തി. 1989-ൽ റൊമാനിയൻ ക്ലബ്ബ് FCSBയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തിയാണ് എ സി മിലാൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. 20 വർഷത്തിന് ശേഷം എ സി മിലാൻ ആദ്യമായി യൂറോപ്യൻ ചാമ്പ്യന്മാരാവുന്നു. 90-ലെ കലാശപ്പോരിൽ ബെൻഫിക്കയാണ് മിലാന് മുന്നിൽ വീണത്. 1980-ന് ശേഷം യൂറോപ്യൻ ഫുട്ബോളിൽ ആദ്യമായാണ് ഒരു ടീം ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുന്നത്.